ഡ്യൂൺ പാർട്ട് 2 4DXൽ കണ്ട എൻ്റെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതും ഓഫർ പ്രൈസായ 199 റുപ്പീസിനാണ് ഞാൻ കണ്ടത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഡ്യൂൺ 2 4DXൽ രണ്ടാമത് കാണാൻ വേണ്ടി വന്നേക്കണേണ്. ഇന്ന് ഓഫർ പ്രൈസ് ഉണ്ട്, വെറും 199 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ബുക്കിംഗ് ചാർജും കൂടി ചേർത്ത് 230. ഇവിടെ കൗണ്ടറിൽ വന്നെടുത്ത് കഴിഞ്ഞാൽ 199 ആവുള്ളൂ. കോട്ടക്കിൻ്റെ കാർഡുള്ളവർക്കാണെങ്കിൽ അതിനും കുറച്ച് കിട്ടും. എനിക്ക് കോട്ടക്കിൻ്റെ കാർഡുണ്ട്, പക്ഷേ അത് ക്യാഷ് ബാക്ക് ആയിട്ടാണ് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഓൾറെഡി ഞാൻ ഡ്യൂൺ 2 ഇവിടെ തന്നെ സ്ക്രീൻ മണ്ണിലാണ് കണ്ടത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. 4DX കണ്ടോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. 4DX കണ്ട് ബ്രേക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഡ്യൂണിന് മാത്രം ഓഫറുള്ള കേട്ടോ. കുൻഫു പാൻറ്റൊക്കെ ഒന്നും ഓഫറില്ല. പിന്നെ അതുപോലെ വരാനിരിക്കുന്ന ഗോഡ്സിലേക്ക് ഓഫറില്ല കേട്ടോ. ഇന്ന് മാർച്ച് 20 മാർച്ച് 19 മാർച്ച് 20 ആയിരുന്നു ഈ ഓഫർ ഉണ്ടായിരുന്നത്. ഇതാണല്ലോ കുറച്ചുകൂടി ലാഭമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ 4 പടം കാണാം. ഇതിനകത്താണെങ്കിൽ 4DX ആപ്ലിക്കബിൾ ആണെന്നാണ് പറയണത്. പക്ഷേ 1 മാസം സമയമുള്ളൂ കേട്ടോ. 1 മാസത്തിനുള്ളിൽ 4 പടം കാണും. അതെന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ PVR ലുലു സ്ക്രീൻ 7 4DXൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഈ പ്രത്യേക തരം സീറ്റുകളും കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഇൻട്രോ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഈ സിനിമ ഐമാക്സ് ലേസറിൽ പോയി കാണാഞ്ഞത് വലിയ അബദ്ധമായി എന്നുള്ളതാണ്. എന്ത് കാരണവശാലും ഞാൻ ഈ സിനിമ ഐമാക്സിൽ കാണണമായിരുന്നു എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ച്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിരുന്നതാണ് ഞാനിത് റിഗ്രറ്റ് ചെയ്യുന്നുള്ളത്. അത് സത്യമായി മാറി. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇതൊരു മികച്ച സിനിമാറ്റിക് അനുഭവമായിരുന്നു. ഈവൻ സൗണ്ട് വൈസ് ആയാലും വിഷ്വലി ആയാലും ഇത് ഐമാക്സിൽ തന്നെ കാണേണ്ട പടമായിരുന്നു. അതും ലേസറിൽ തന്നെ. 70mm ഐമാക്സ് പിന്നെ ഇവിടെ ഇല്ലല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് 4DX ആണോ അല്ലെങ്കിൽ ലുലുവിലെ തന്നെയുള്ള സ്ക്രീൻ മണ്ണി കണ്ടതായിരുന്നോ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അൺഡൗട്ടഡ്ലി ഞാൻ പറഞ്ഞു 4DX ആണ്. ഞാൻ 4DX എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജിയുടെ വലിയൊരു ഫാനല്ല. പക്ഷേ ചില സിനിമകളിൽ ഈ 4DX വർക്കാവും. എൻ്റെ ആദ്യത്തെ 4DX അനുഭവം ടോപ്പ് ഗൺ മാവറിക് ആയിരുന്നു. അതിനുശേഷം ഞാൻ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ കണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഞാൻ ഗ്രാൻഡ് ടൂറിസ്മോ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ഇതിന് മുന്നേ ഉള്ള ഈ ഡ്യൂൺ പാർട്ട് 2 മുന്നേ ഞാൻ കണ്ട 3 സിനിമകളും 3 വേറിട്ട അനുഭവങ്ങളായിരുന്നു. ടോപ്പ് ഗൺ മാവറിക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏരിയൽ ഫൈറ്റ്സും മറ്റോ മറിച്ചൊക്കെ ആയിരുന്നുകൊണ്ട് ആ ജേർക്കിങ് ഇതുപോലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. വേർഡ്സ് ക്ലൈമാക്സും ഈവൻ തുടക്കത്തെ ഫ്ലൈറ്റ് സീക്വൻസസ് ആണെങ്കിലും ട്രെയിനിങ് സീക്വൻസസ് ആയാലും എല്ലാം ഇതിൽ സൂട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതിനൊരു നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അപ്പോഴും ആ സിനിമ ഐമാക്സിൽ കാണാത്തതിൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഓൾറെഡി ഐമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡ സാധനം എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അത് ആണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കയറി വന്നുകൊണ്ടിരുന്നത്. ടോപ്പ് ഗൺ മാവറിക് എൻ്റെ ഓൾ ടൈം ഐമാക്സ് മിസ്സിലെ ഒരു മൂവിയായിട്ട് ഞാൻ എപ്പോഴും ഖേദിക്കുന്ന ഒരു പടമായി മാറിയും. അത് ഇനിയിപ്പോൾ വല്ല റിലീസ് ചെയ്യുമ്പോൾ എന്തായാലും എവിടെയെങ്കിലും പോയി കാണാം എന്ന് വിചാരിക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും അതിനുശേഷം ഞാൻ കണ്ടത് ജുറാസിക് വേൾഡ് ഡൊമിനിയൻ. അതിനകത്ത് കാട്, ജംഗിള്, മറ്റേ മറിച്ച് ഡൈനോസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് സ്മെല്ല് കാര്യങ്ങൾ കുറച്ചുകൂടി കിട്ടി. കാരണം കാട് കാണിക്കുമ്പോൾ ആ കാടിൻ്റെ ടൈപ്പ് ഒരു സ്മെല്ല് വരുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ തികച്ചും ഒരു ആവറേജ് പടമായിരുന്നു. ആവറേജ് നല്ല വലിയ ആവറേജ് പടമായിരുന്നു വേണമെങ്കിൽ പറയാം. ആയിരുന്നെങ്കിൽ പോലും ഈ 4DX എക്സ്പീരിയൻസ് ആണ് കുറച്ചും കൂടി രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു ആവറേജ് പടത്തിനെ പോലും കുറച്ചുകൂടി നന്നാക്കി എടുക്കാൻ പറ്റി 4DX കാരണം. അത് അതിൻ്റെ ഒരു മണവും അങ്ങനെ കുറേ സംഭവങ്ങളും ചേർക്കും ഇതൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി വേർതി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കമ്പാരിറ്റീവ്ലി. ഇതിന് കഴിഞ്ഞ് ഞാൻ കണ്ടത് ഗ്രാൻഡ് ടൂറിസ്മോ ആയിരുന്നു. അത് ഗംഭീരമായിരുന്നു. കാരണം അത് ഓൾറെഡി ഫുൾ പടം അഡ്രിനാലിൻ റഷ് ടൈപ്പ് പടമാണ്. അത് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കാർ സീറ്റിലിരിക്കുന്ന ഒരു പ്രതിനിധി കിട്ടി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടതിൽ വെച്ച് ദി ബെസ്റ്റ് 4DX പടം അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഗ്രാൻഡ് ടൂറിസ്മോ ആണ്. അത് എന്താണെന്നറിയില്ല, ഈവൻ ടയർ ബേൺ ചെയ്യുമ്പോൾ ആ ഒരു ബേൺ ടൈപ്പ് സ്മെല്ല് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവരുടെ ഈ ഒരു കംപ്ലീറ്റ് എഫക്ട്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതും ഞാൻ ഐമാക്സ് ലേസറിൽ ശരിക്കും മിസ് ചെയ്തൊരു പടം തന്നെയാണ്. ഡൊമിനിയൻ പിന്നെ ഞാൻ ഐമാക്സിൽ കാണണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായില്ല. കാരണം ആ സിനിമ എനിക്ക് കാര്യമായിട്ട് ഒരു കട്ട ജുറാസിക് പാർക്ക് ഫാൻ ആയതുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടത് തന്നെ. അല്ലെങ്കിൽ ശരാശരിയേക്കാൾ താഴെ നിൽക്കുന്ന പടമായിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലെ കടുത്ത ജുറാസിക് പാർക്ക് ആരാധകനുള്ളതുകൊണ്ടാണ് എനിക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഇത് കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഈ ഡ്യൂൺ 4DXൽ പാർട്ട് 2 കാണുന്നത്. 1 എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയല്ല. ഡ്യൂൺ 1 എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമയല്ല. പക്ഷേ അതിൻ്റെ വിഷ്വൽ സൈഡും ഓഡിയോയും ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട് ആൻഡ്
വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു വണ്ണിൻ്റെ തന്നെ. എനിക്ക് അതിൻ്റെ ഒരു വണ്ണിൻ്റെ ഡ്രാഗ് ആണ് എനിക്ക് വലിയൊരു പ്രോബ്ലമായിട്ട് ഫീൽ. ആ ഒരു സ്ലോ പേസ് സ്റ്റോറി ടെല്ലിങ് അന്ന് കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് കണ്ട് ബോധിച്ചില്ല. എനിക്ക് ഒന്നും കൂടി ഒന്ന് റീവാച്ച് ചെയ്യാൻ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ റീവാച്ച് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. എന്തായാലും ഡ്യൂൺ പാർട്ട് 2 ഞാൻ രണ്ടാമതാണ് കണ്ടത്. ആദ്യം തന്നെ ഞാൻ സ്ക്രീൻ മണ്ണിൽ പോയി കണ്ടു, അതിനുശേഷം 4DX കണ്ടു. സ്ക്രീൻ മണ്ണിൽ ഞാൻ കണ്ട എൻ്റെ അനുഭവം എനിക്ക് ഒരു രീതിയിലും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. പക്ഷേ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഈവൻ സിനിമ തീർന്നപ്പോഴും ഞാൻ വീഡിയോയിൽ വന്ന് പറഞ്ഞപ്പോഴും ഫുള്ള് മനസ്സിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന വെച്ച കാര്യം, ഞാനിത് ഐമാക്സ് മിസ് ചെയ്തു, എല്ലാവരും പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ കേട്ടില്ല, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. അതിലൊരു കുറച്ചെങ്കിലും ഒരു റിഗ്രറ്റ് എനിക്ക് മാറി കിട്ടിയത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാനിതിപ്പോൾ ഒന്നും കൂടി 4DX കണ്ടതാണ്. 4DX 300 രൂപ 400 500 രൂപ ആ റേറ്റിൽ ഇത് വേർതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഞാനിത് കണ്ടത് 199 റുപ്പീസിനായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് ടു സീ ഇറ്റ് ഇൻ 199 റുപ്പീസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പരിധി വിട്ട് എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ ഡ്യൂൺ ഫസ്റ്റ് ഷോ പാർട്ട് 2 ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ ഇതേ തിയേറ്ററിൽ തന്നെ സ്ക്രീൻ മണ്ണിൽ പോയി കണ്ടത്. അതിന് ഞാൻ 200 രൂപ കൊടുത്തായിരുന്നു. അന്നും ഞാൻ 30-40 രൂപ കണ്ടും പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഞാൻ 30 രൂപ പാർക്കിംഗ് ഫീസ് കൊടുത്ത്. ഇതിലേതാണ് തമ്മിൽ ഭേദം തൊമ്മെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും 4DX എന്ന് തന്നെ പറയും. ഈ സിനിമ 2 സ്ക്രീനിൽ കണ്ടതിന് ശേഷം, അതായത് സ്ക്രീൻ 1 PVR ലുലുമോളിൽ കണ്ടതിന് ശേഷം ഇപ്പോൾ അതേ PVR ലുലുമോളിൽ തന്നെ 4DXലും കണ്ട്. അതിലേതാ ബെറ്റർ എന്ന് വെച്ചാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ 4DX എന്ന്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 4DX തിയേറ്ററിൻ്റെ സ്ക്രീനിൽ ഒരു പാച്ച് ഉണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം സംഭവം. സിനിമ തുടങ്ങുന്നതിന് മുന്നേ സ്ക്രീൻ ലിറ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ട ഒരു കാര്യമാണ്, ഈ ചില കാറിൽ കയറുമ്പോൾ ചില സൗണ്ടോ ചില സാധനമോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ആ കാറിലിരിക്കുമ്പോൾ നമുക്കത് കിട്ടും എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് ഒരു പർട്ടിക്കുലർ റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു, റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു റാറ്റ്ലിംഗ് സൗണ്ട്. ബേസ് കൂടി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒരു സാധനം റാറ്റിലാവുന്നുണ്ടായിരുന്നു. ഡോറാണോ, പക്ഷേ ഡോറ് ഹൈറ്റിലല്ല, എനിക്ക് ഈ സൈഡിൽ മുകളിലാണ് തോന്നി. അവിടെ എന്തോ റാറ്റ്ലിംഗ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഞാൻ മാത്രമാണ് ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സൈഡിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ ഈ റാറ്റ്ലിംഗ് കേട്ടിട്ട് നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ റാറ്റ്ലിംഗ് സൗണ്ട് ഒന്ന് ഫിക്സ് ചെയ്യണം എന്നാണ് എനിക്ക് PVR ലുലുമോളോട് പറയാനുള്ളത്. എന്തോ ഒരു റാറ്റ്ലിംഗ് സൗണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. ഈ സ്ക്രീനിലുള്ള പാച്ച് അത് ഒരു തവണ കണ്ടുപോയതുകൊണ്ട് പിന്നെ ത്രൂ ഔട്ട് ദ മൂവി ഞാൻ ആ പാച്ച് അറിയാണ്ട് പോലും ശ്രദ്ധിച്ചു പോണ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സ്ക്രീനിൻ്റെ ആണോ ആ പ്രോബ്ലം അല്ലെങ്കിൽ ലെൻസിൻ്റെ പ്രോബ്ലം ആണെന്ന് എനിക്ക് ലിറ്ററലി മനസ്സിലായില്ല. ഇതിന് മുന്നേ ഞാൻ മഞ്ഞുമ്മൽ ബോയ്സ് കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ സ്ക്രീൻ 6 ഡോൾബി അറ്റ്മോസിൽ പോയപ്പോൾ അവിടെ 1-2 പാച്ച് ഇതുപോലെ കണ്ടായിരുന്നു. യൂങ് കാണാൻ ചെന്നപ്പോൾ അത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. സ്ക്രീനിൽ കുറേ സ്ഥലത്ത് സ്ക്രീനിൽ ഇങ്ങനെ പാടുകൾ കാണാം, ഇങ്ങനെ വെർട്ടിക്കലി കുറേ അഴുക്ക് പാടുകളും. ഞാൻ അവസാനം അടുത്ത് പോയി നോക്കിയപ്പോഴേക്കും എനിക്ക് ഈ സ്ക്രീൻ ക്ലീൻ ചെയ്യാത്തതിൻ്റെ പ്രോബ്ലം എനിക്ക് നല്ലപോലെ മനസ്സിലായി. അപ്പോൾ അത് ക്ലീൻ ചെയ്താലേ നമുക്കത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. വേറൊരു തിയേറ്ററിൽ അതേത് സ്ക്രീനാണെന്ന് പറഞ്ഞാൽ ഏതോ സ്ക്രീനിൽ ഇതുപോലെ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് അവർ നെക്സ്റ്റ് ടൈം ഞാൻ ചെന്നപ്പോഴേക്കും ആ സ്ക്രീൻ നല്ല വൃത്തിക്ക് എനിക്ക് പ്രൊഡക്ഷൻ ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് എന്തൊരു വ്യത്യാസം തോന്നി. അവസാനം ഞാൻ ഡൗട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്ക്രീൻ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ക്രീൻ 6ലും അതുപോലെ 4DXലൊക്കെ ഒന്ന് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഹൈ ടൈം PVR, ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്വിച്ച് ടു 4K ലേസർ. കാരണം ഇത്രയും ടിക്കറ്റ് എമൗണ്ടും ഫുഡ് ആൻഡ് ബെവറേജസിനൊക്കെ പൈസ ഈടാക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം. മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോപ്കോണോ മറ്റോ മറിച്ചോ മാത്രം വിറ്റാൽ പോരാ. നിങ്ങൾ വരുന്ന ആൾക്കാർ പോപ്കോൺ തിന്നാൻ വരുന്നവരല്ല, സിനിമ കാണാൻ വരുന്നവരാണ്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയുള്ള സന്നാഹങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്തോരം തിയേറ്ററാണ് ഇവിടെ അവതാർ പാർട്ട് 1, അവതാർ 2 വന്നപ്പോഴൊക്കെ, അതുപോലെ നോളൻ്റെ സിനിമകളൊക്കെ വരുമ്പോഴേക്കും പ്രൊജക്ഷനും സ്ക്രീൻ തന്നെ മാറ്റുന്നത്. അപ്പം നിങ്ങളും അത് ചെയ്യണമെന്നേ. ഇപ്പോൾ ഇവിടെ മറ്റുള്ള കൊച്ചിയിലുള്ള കുറേ തിയേറ്റേഴ്സൊക്കെ എടുത്ത് നോക്കി, അവരൊക്കെ ലേസറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് സിസ്റ്റം ഒക്കെ ഡോൾബി അറ്റ്മോസ് എല്ലാ സ്ക്രീൻസും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒബ്വിയസ്ലി ഞാൻ നിങ്ങളെ കമ്പയർ ചെയ്ത് താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്വിച്ച് ടു ഡോൾബി അറ്റ്മോസ് ആൻഡ് 4K ലേസർ. ഈ 4DX സംഭവം സീറ്റിലാണ് വരുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ, ഞാൻ മുംബൈ പോയപ്പോൾ ഡൽഹിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4K 4DX ആണ്. 4K ലേസർ 4DX ആണ്. നിങ്ങളുടെ തന്നെ PVR ഐനോക്സ് തിയേറ്റേഴ്സിൽ, ഐനോക്സിൽ 4DX എന്നല്ല MX 4D എന്നാണ് പറയണത്. അവിടേക്ക് 4K ആണ് പ്രൊജക്ഷൻ, ഇവിടുത്തെ പോലെ അല്ല. അപ്പം നിങ്ങളത് എന്തായാലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തന്നെ ഞാൻ ഒരു ആസ് എ തിയേറ്റർ അല്ലെങ്കിൽ ആസ് എ മൂവി ലവർ ഞാൻ പറയാണ്. എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഡ്യൂണിലേക്ക് വരുമ്പോഴേക്കും ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി, പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഡ്യൂൺ 4DXൽ കണ്ടപ്പോഴേക്കും എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവം ഉണ്ടായിരുന്നു ഈ സിനിമയിലേക്ക് എൻകോപ്പറേറ്റ് ചെയ്ത്. അതായത് ഇപ്പോൾ സാൻഡ് വൺ വരുന്ന ആ സീൻ, അതുപോലെ വേറെ കുറച്ച് സീൻസൊക്കെ
അത് ഭയങ്കര രസമായിരുന്നു 4DX അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ ചില സമയത്ത് വെറുതെ ഡയലോഗ് പറയുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ഓരോ ജേർക്കും ഫീൽ ചെയ്തു. അത് കുറച്ച് അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സീന് സൂട്ടാവാത്ത പോലെ, അത് എച്ച് കെട്ടിയ പോലെ അല്ലെങ്കിൽ എച്ച് കെട്ടൽ പോലെ ഒരു കാര്യമില്ലാണ്ട് ഇളകണ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു സന്തോഷം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ 4DX എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് ബ്രേക്സ് ഒന്നുമില്ല. ഇടയിൽ സിനിമ തുടങ്ങും സിനിമ തീരണ വരെ ഒറ്റ പോക്കാണ് പോണത്. 2.25 മണിക്കൂർ ഒറ്റയടിക്കാണ് പോയത്. ഇപ്പോൾ കൊച്ചിയിലുള്ള മറ്റുള്ള കുറേ തിയേറ്റേഴ്സിലും ഇംഗ്ലീഷ് പടങ്ങൾ ബ്രേക്ക് ഇല്ലാതെ ഒറ്റയടിക്ക് പ്ലേ ചെയ്യുന്നുണ്ട് ഒരു ഫുൾ സ്ട്രെച്ചിൽ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അയ്യോ മുള്ളാൻ പോകാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ സീനായിരുന്നു. പിന്നീട് ഞാൻ അതിനെ ഭേദിച്ച് കടന്ന് ചിന്തിച്ചപ്പോഴേക്കേ സിനിമ ബ്രേക്കില്ലാതെ എൻജോയ് ചെയ്യണത് വേറെ ഫീലാണ്. അതങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി. പിന്നെ അതുപോലെ ഞാൻ വീട്ടിൽ പലപ്പോഴും പണ്ട് സിനിമ ഇത് കാണുമ്പോൾ ഉള്ള ഒരു കാര്യം ഞാൻ വീണ്ടും ഓർത്തെടുത്ത്. കാരണം ഞാൻ ഒരിക്കലും ഇടയിൽ വെച്ച് എഴുന്നേറ്റ് പോവുക അല്ലെങ്കിൽ അതിൽ നിന്ന് തെന്നി മാറി പോകാറില്ല. ഒരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിനാണ് ഇരുന്ന് കാണുന്നത്. മാക്സിമം പടങ്ങളും അങ്ങനെയാണ് ഞാൻ ഒരിടക്ക് കണ്ടുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഫാമിലി മാൻ അങ്ങനത്തെ സീനൊക്കെ ആയ പിന്നെയാണോ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചാലോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും എന്തെങ്കിലും ഏറെ കേസിലേക്ക് വിളിച്ചാലോ അല്ലെങ്കിൽ കിളികൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പോകുമ്പോൾ എഴുന്നേറ്റ് പോകണം. പക്ഷേ പിന്നെ ഞാൻ ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ സിനിമ ഇസ് മെന്റ് ടു ബി സീൻ ഫ്രം സ്റ്റാർട്ട് ടു ബിഗിൻ ഇൻ എ ഫ്ലോ. എന്നാലേ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒറ്റ ഇരിപ്പിന് ആ വേൾഡിലേക്ക് നമ്മൾ എത്തിച്ചെല്ലേ ഉള്ളൂ. അതും ഡ്യൂൺ എസ്പെഷ്യലി അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുന്നേ. ബ്രേക്ക് ഇല്ലാതെ ആദ്യത്തെ തവണ ബ്രേക്ക് ഉണ്ടായ കണ്ടത്, ഇത്തവണ ബ്രേക്ക് ഇല്ലാതെ കണ്ടത് അത് അടിപൊളിയായിരുന്നു. ലിറ്ററലി സൂപ്പറായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ റീസെൻ്റ്ലി വനിതയെ പോയിട്ട് 2 ഇംഗ്ലീഷ് മൂവീസ് കണ്ടപ്പോഴേക്കും അവിടെ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല 2 പടത്തിനും. സിനിമ തുടങ്ങി സിനിമ അവസാനിച്ചു. അത് ഭയങ്കര രസമായിരുന്നു ആ ഫീല്. ഒരാൾ പോലും കംപ്ലയിൻറ്റ് ചെയ്തില്ല. ആക്ച്വലി കുറേ പേര് തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു ചോദിച്ചു അത് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ ഈ ബ്രേക്ക് ഇല്ലാതെ ഒറ്റയടിക്ക് കണ്ടതെന്നുള്ളത്. അത് നിങ്ങളങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിയേറ്ററിൽ എസ്പെഷ്യലി, വീട്ടിലങ്ങനെ നിങ്ങൾ ഒരുപാട് നിന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ തിയേറ്ററിൽ ചെന്നിട്ട് ബ്രേക്ക് ഇല്ലാതെ ഒരു മൂവി കണ്ടു നോക്കിയാൽ അത് രസമാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കയറണം മുന്നേ ടോയ്ലറ്റിലൊക്കെ പോയി സെറ്റാവുക, വെള്ളമൊക്കെ വേണ്ട ഫുഡും വെള്ളമൊക്കെ കരുതിക്കൊള്ളണം, അത്രേ ഉള്ളൂ. 4DX സ്ക്രീനിനകത്ത് ലിക്വിഡ്സ് അങ്ങനെ അലൗഡ് അല്ലാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. 4 തവണ ആയി ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ഡീറ്റെയിലിനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഡ്രിങ്ക്സ് ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഫുഡ് മെനുവിൽ ഫുഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും 199 നല്ലൊരു ഓഫർ തന്നെയായിരുന്നു. ഡെഫിനറ്റ്ലി 4DX ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാൻ താല്പര്യമുള്ളവർ എന്നാൽ 300, 400, 500 രൂപ മുടക്കണ്ടല്ലോ എന്ന് കരുതുന്നവർക്ക് ഡെഫിനറ്റ്ലി കിടിലൻ ഓഫറാണ്. ഈ ഓഫർ ഇനിയും വരുന്ന ആഴ്ചകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള സിനിമകൾക്ക് 199 ട്യൂസ്ഡേസ് അല്ലെങ്കിൽ വെനസ്ഡേസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് വെനസ്ഡേ ആണ്, ഇന്നലെ ആയിരുന്നു ട്യൂസ്ഡേയും വെനസ്ഡേ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഒറ്റ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് വരുന്ന സിനിമകൾക്ക് ഓഫർ ഉണ്ടാവില്ല. കാരണം സിനിമ വെള്ളിയാഴ്ച ഇറങ്ങി ഉടനെ തന്നെ വരുന്ന ചൊവ്വ അല്ലെങ്കിൽ ബുധനാഴ്ച കൊണ്ട് ഇവർക്ക് അത്രയും പൈസ കുറച്ച് ഇടാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ അവരുടെ ആ ഒരു സംഭവം മാനിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും കളിച്ച് കഴിഞ്ഞ സിനിമയാണെങ്കിൽ ഇങ്ങനത്തെ ഓഫറിൽ വരും. ഇപ്പോൾ ഡ്യൂൺ ഇറങ്ങിയപ്പോഴേക്കും ഡ്യൂണിൻ്റെ എനിക്ക് തോന്നുന്നത് 400 സംതിങ് രൂപ എന്തോ ആയിരുന്നു. ഇപ്പോൾ ദേ ഗോഡ്സില്ല 4DX 3Dയിൽ വരുന്നുണ്ട്. ഗോഡ്സില്ല വേഴ്സസ് കോങ് ദ ന്യൂ എംപയർ. അത് പക്ഷേ സ്റ്റാർട്ടിംഗ് ഡേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാവിലത്തെ ഷോ 400 സംതിങ് രൂപയും 480 സംതിങ് രൂപയും അതിനുശേഷമുള്ള എല്ലാ ഷോസും 508 രൂപ അങ്ങനെ എന്തോ ആണ്. 3D ആണ്ട് കുറച്ചുകൂടി റേറ്റ് ഉണ്ട്. പക്ഷേ അതും ഒരാഴ്ച കഴിയുമ്പോഴേക്കും മിക്കവാറും 199 അല്ലെങ്കിൽ 220 50 എത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മെട്രോന് പോണവർക്കാണെങ്കിൽ ഭയങ്കര ലാഭം. പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട, ഒന്നും അറിയണ്ട. അപ്പോൾ ഈ പറഞ്ഞ ടിക്കറ്റ് ഫീസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ നേരിട്ട് പോയി ബുക്ക് ചെയ്താൽ ഒന്നും പറയണ്ട. ഈ ബുക്കിംഗ് ചാർജ്, ഇപ്പോൾ ഇതിൽ ബുക്കിംഗ് ചാർജ് എനിക്കായത് 199 രൂപ പ്ലസ് 30 റുപ്പീസാണ്. നിങ്ങൾക്ക് അതും കൊടുക്കണ്ട ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് പോകണമെങ്കിൽ. പക്ക ഒരു 199 നിങ്ങൾക്ക് കണ്ടിട്ട് വരാം. അതും കോട്ടക്കിൻ്റെ മറ്റേ PVR ഐനോക്സ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കുറച്ച് കിട്ടും. എൻ്റെ കേസിൽ ഞാൻ ആ കാർഡ് വഴിയാണ് എടുത്തെങ്കിൽ പോലും എനിക്ക് 1 മന്ത് എന്തോ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ എത്ര ദിവസം എടുക്കും അതിൻ്റെ എന്താണ് ക്യാഷ് ബാക്ക് വരാൻ. എനിവേസ് എനിക്ക് ഡയറക്റ്റ് പോയി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോഴേക്കും ഇന്ന് 199 ആവേണ്ടാവുന്നതാണ്. പെട്ടെന്ന് ബുക്കിംഗ് തീരാറായി നിൽക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഏതോ ക്യാൻസലേഷൻ വന്നിട്ട് എനിക്ക് മുകളിൽ സീറ്റ് കിട്ടി. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ സീറ്റ്, അതായത് ഏറ്റവും മുകളിലത്തെ റോ, ആ റോ ജെയോ എന്തോ ആണ്, ഫോർഗോട്ട്. ഞാൻ ടിക്കറ്റ് ഇതിനകത്ത് കാണിച്ചല്ലോ, അത് നിങ്ങളൊന്നും കൂടി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ആ ഒരു റോ എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറച്ചുകൂടി അടിയിലേക്ക് എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാനിരുന്ന ഏറ്റവും മുകളിലത്തെ ടോപ്പ് റോഡ് നേരെ പുറകിൽ എക്സിറ്റ് സൈൻസ് ഉണ്ട്, 3 എണ്ണം ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് സെൻറ്ററിലായിട്ട്. ഭയങ്കര വെട്ടമുള്ള ഒരു പച്ച
പച്ച ബോർഡാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ആ LED പച്ച ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൈയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ തിയേറ്ററിൽ ചെന്ന് കൈ എടുത്ത് കൈ കാണാൻ പറ്റരുത്. അത്രയും ഇരുട്ടത്ത് വേണം ആ പ്രൊജക്ഷനിലേക്ക് മാത്രം നമ്മുടെ ഫോക്കസ് ചെയ്യാൻ. ഇത് ആ കംപ്ലീറ്റ് ലൈറ്റ് കാരണം എനിക്ക് ലിറ്ററലി എൻ്റെ കൈ കാലൊക്കെ കാണാൻ പറ്റും. അത്രയും പച്ച ലൈറ്റാണ് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ആവുന്നത്. അതുപോലെ ഈ സ്റ്റെപ്പിലൊക്കെ ആൾക്കാരുടെ യൂസിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ലൈറ്റ് ഉണ്ട്, അതായത് ആൾക്കാർ മറ്റേ ടോർച്ചൊന്നും അടിച്ച് വരാതിരിക്കാനായിട്ട്. പക്ഷേ അതെവിടെയാണ് ഇവിടെ ഒരു പ്രശ്നമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ചെറിയ തിയേറ്റർ ആയതുകൊണ്ടും ഈവൻ സ്ക്രീനൊക്കെ വളരെ അടുത്ത് നിൽക്കണമുണ്ട് ഈ സ്റ്റെപ്പിലിട്ടിരിക്കുന്ന ആ റെഡ് ലൈറ്റും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഉള്ള ലൈറ്റ് സ്ക്രീനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ ഈ സിനിമയ്ക്ക് സ്പെഷ്യലി കുറേ ഇരുട്ടത്തുള്ള സീൻസ് ഉണ്ട്. ആ ഇരുട്ട് സീൻ വരുമ്പോഴേക്കും ഈ ഹാർക്കനൻസ് എന്ന് പറഞ്ഞ ആൾക്കാരെ കാണിക്കുമ്പോഴേക്കും അവരുടെ ആ ഒരു പ്ലാനറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലാണ് കാണിക്കുന്നത്. ആ സമയത്തൊക്കെ ഈ റെഡ് ലൈറ്റ് അത് സ്ക്രീനിലേക്ക് അടിക്കണമായിരുന്നു. അത് ഭയങ്കര ഒരു ശോക സീനായിരുന്നു. ആൾക്കാരുടെ ഗുണത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന സാധനം പർട്ടിക്കുലർ ഇന്ന സിനിമകൾക്ക് വന്നപ്പോഴേക്കും ആ ലൈറ്റ് അവിടേക്ക് റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങി. അത് വലിയ സീനായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ വരണ കുറവാണല്ലോ. അപ്പോൾ അപ്പോഴെങ്കിലും അത് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് പൂർണ്ണമായിട്ട് സിനിമ മാത്രം ആസ്വദിക്കാൻ പറ്റും. ഇത് ഞാനിവിടെ ഇമേജസ് വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വന്നതെന്നുള്ള. സ്ക്രീനിലേക്ക് ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ലൈറ്റുകളും സംഭവങ്ങളൊക്കെ റിഫ്ലക്റ്റ് ആവണമായിരുന്നു. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഈ വീട്ടിൽ TV അല്ലാതെ പ്രൊജക്ടർ യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും എൻ്റെ കണ്ണിൽ പെട്ടുപോകും. കാരണം ഞാൻ TV മാത്രം കണ്ടിരുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലേ സ്റ്റേഷൻ മാത്രമാണ് ഈ പറഞ്ഞ QLED TVയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കോണ്ടൻറ്റും ഇതിനകത്ത് കാണാറില്ല. വല്ല കൂട്ടുകാരൊക്കെ വരുമ്പോഴേ ഇതിനകത്ത് വെക്കാറുള്ളത്. പക്ഷേ ഞാനും അനുഭവം ഞങ്ങളുടെ ബെഡ്റൂമിൽ ഏകദേശം ഒരു 90 ഇഞ്ച് വലിപ്പത്തിൽ ഞങ്ങൾ പ്രൊജക്ടർ യൂസ് ചെയ്താണ് ഞങ്ങളുടെ എല്ലാ വീഡിയോസും യൂട്യൂബും എല്ലാ സാധനങ്ങളും കാണാറുള്ള സിനിമയൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഫ്രിഞ്ചിങ് കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോർണർ ആബറേഷൻസ് കണ്ടാലോ അല്ലെങ്കിൽ ഫോക്കസ് ഔട്ട് കണ്ടാലോ എന്ത് കണ്ടാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ലാമ്പ് കേടായതുപോലെ ഇപ്പോൾ എൻ്റെ ലാമ്പിൻ്റെ തന്നെ ഒരു ഫിൽറ്ററുണ്ട്. ലാമ്പിന് പ്രശ്നമില്ല, എൻ്റെ LED പ്രൊജക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പർട്ടിക്കുലർ ഒരു ബ്ലൂ ഫിൽറ്റർ പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. ആ ഫിൽറ്റർ ബേണായിട്ട് എനിക്ക് ഒരു ബ്ലൂ നിറം ഒരു പാച്ച് എനിക്ക് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീൻ ഇടുമ്പോഴേക്കും അറിയാൻ പറ്റും. അതും തിയേറ്ററിലും അത് തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മയുഗം പോലുള്ള സിനിമകൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. അങ്ങനത്തെ സിനിമ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും. ലാമ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെ ഫിൽറ്റർ ലെൻസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ആ പാച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഫിൽറ്ററിൽ വന്നേക്കണ പാച്ചോ അല്ലെങ്കിൽ ആ ലെൻസിൽ വന്നിരിക്കുന്ന ബേണോ എന്തോ ആണ്, സ്ക്രീനിൻ്റെ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അതൊന്ന് PVR ഒന്ന് ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യുക. 199 രൂപക്ക് ഓക്കെ ഓർത്തായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ഒരു എൻജോയബിൾ ആയിട്ടുള്ള, അതായത് ഇതെന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടേഴ്സ് മൂവിയാണ്. ഇതൊരു വിഷ്വൽ സ്പെക്ടക്കിൾ ആണെങ്കിൽ പോലും അത് ഒരു നീഷ് ഗ്രൂപ്പ് ഓഫ് ഫിലിം ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് പടമാണ് ഡ്യൂൺ. അതല്ലാതെ കുറച്ചും കൂടി ഒരു മാസ് മസാല മൂവി, ഇപ്പോൾ ഗോഡ്സില പോലത്തെ പടങ്ങൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമേഴ്സ് അങ്ങനത്തെ സിനിമകൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. കുൻഫു പാൻഡ 4DX ഉണ്ടായിരുന്നു. അതൊക്കെ വേറൊരു രസമായിരിക്കും, ഇവിടെ വേറൊരു ഫീലായിരിക്കും. ഇതൊരു സിനിമാറ്റിക് ബ്രില്യൻസ് ആ ലെവലൊരു ഫീലാണ്. പക്ഷേ 4DX എനിക്ക് തോന്നണത് കുറച്ചും കൂടി പെപ്പി ടൈപ്പ് സിനിമകൾ കാണാൻ കുറച്ചും കൂടി രസമായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിനിമ ഇനി കണ്ടു നോക്കണം, എന്തെങ്കിലും ആനിമേഷൻ. ഇപ്പോൾ കോക്കോ എന്നുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും റിലീസ് ആണെങ്കിൽ IMAX അല്ലെങ്കിൽ ഈ 4DX ഇപ്പോൾ കണ്ടു നോക്കാം. എനിക്കറിയാം കുറേ പേര് ഇപ്പോൾ അത്ഭുതപ്പെടും. ശരിയാണ്, ഒരു കട്ട ഫിലിം ലവറായ ഞാൻ മിസ് ചെയ്തു പോയൊരു പടമാണ് കോക്കോ. അത് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ കോക്കോ മിസ് ചെയ്ത ആളാണ് തിയേറ്ററിൽ. അന്ന് എന്തോ കാരണം കൊണ്ട് അതെനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയി. ഐ ഹൈലി റിഗ്രറ്റഡ്. അത് ഞാൻ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളായിട്ടും TV കാണാതെ ഇങ്ങനെ ഇരിക്കണം. ഒരു രക്ഷയില്ലെങ്കിൽ അവസാനം ഞാൻ പ്രൊജക്ടറിലിരുന്ന് ഒരു 100 ഇഞ്ചിലിരുന്ന് കാണും. ഇപ്പോൾ എൻ്റെ പ്രൊജക്ടറിന് 300 ഇഞ്ച് വരെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പടം ഇറ്റ് ഷുഡ് ഹാവ് ബീൻ വ്യൂഡ് ഇൻ IMAX. പക്ഷേ അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് ടു സീ ഇറ്റ് ഇൻ 4DX. അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ട്. ഈ സിനിമ ScreenX-ൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മുംബൈയിൽ പോയ വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും ScreenX കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം, ഒന്ന് കണ്ടു നോക്ക്. ആ തിയേറ്ററിൽ ഈ സിനിമ കണ്ടിരുന്ന ഈ പൊളിച്ചാന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ. പിന്നെ 4DX എനിക്ക് തോന്നുന്നു മിഷൻ ഇമ്പോസിബിൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മിസ് ചെയ്ത്. അത്
അതിലൊന്ന് കണ്ട് നോക്കേണ്ടതായിരുന്നു. കാരണം ഈ മിഷൻ ഇമ്പോസിബിൾ പോലത്തെ പടങ്ങളൊക്കെ ആകുമ്പോഴേ ഇതിനകത്ത് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു രസം ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു വേർഡ് ഓഫ് കോഷൻ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നീരുവീഴ്ചയുള്ളവരൊന്നും പോകരുത്. കാരണം വേറെ ഒന്നും വെച്ചാൽ ഇത് ഭയങ്കര ജേർക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ കയറ്റില്ല എന്ന് തോന്നുന്നു ഈ വെന്യൂവിൽ. അടങ്ങി ഒതുങ്ങി ഇരുന്ന് കാണുന്ന സെറ്റപ്പ് അല്ല, നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ ഇതൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഗാലാൻഡിൽ റൈഡിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ 70X എന്നൊക്കെ പറഞ്ഞു, 70 എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അതുപോലത്തെ സംഭവം തന്നെയാണിത്. പക്ഷേ ഇത് ത്രൂ ഔട്ട് ഒരു മൂവി ആയിരിക്കും. മറ്റേതൊരു 10 മിനിറ്റ് പ്രസൻറ്റേഷനാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2.25 മണിക്കൂർ നമ്മൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് എൻഡ്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ആദ്യത്തെ തവണ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഞാൻ ഇതെന്ത് പണ്ടാരണം നിൽക്കണമല്ല, മൂത്രമൊഴിക്കാനും പോകാൻ പറ്റുള്ള, മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് പോകാനും പറ്റില്ല, കാരണം സിനിമയ്ക്ക് ബ്രേക്കില്ല. അറിയില്ലായിരുന്നു ആ കാര്യം, മനസ്സിലായില്ല. അതൊക്കെ ആദ്യമൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അത് 1, 2, 3 സിനിമകൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് പാകപ്പെട്ടു. പിന്നെ അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇന്ന് സിനിമയ്ക്ക് കയറാൻ വേണ്ടി നേരെ ടോയ്ലറ്റിൽ പോയി കാര്യം സാധിച്ചതിന് ശേഷമാണ് സിനിമയ്ക്ക് കയറിയത്, വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടിയാണ് ഇത്ര ഓപ്പണായിട്ട് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഐ ലൈക്ഡ് ഇറ്റ്. 4DX ആയിരുന്നു എനിക്ക് സാധാരണ തിയേറ്റർ കണ്ടേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി എനിക്കിതൊന്ന് നമ്മുടെ വനിത ലേസർ പ്രൊജക്ഷനിലൊന്ന് പോയി ഒന്ന് കണ്ടു നോക്കണം. അതും ഞാൻ കണ്ടു നോക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസം ശരിക്കും അറിയാം. എന്നിട്ട് ഇത് മൂന്നും വെച്ചിട്ടൊരു കമ്പാരിസൺ ഉണ്ട്. ഒരു നോർമൽ തിയേറ്ററിൽ കണ്ട എൻ്റെ എക്സ്പീരിയൻസും ഈ 4DX കണ്ടതും ലേസറിൽ കണ്ടതും തമ്മിലായിട്ടുള്ള ഒരു കമ്പാരിസൺ ഞാൻ പറ്റിയാൽ ഇടാം. മൂന്നിന് കണ്ടു നോക്കിയാലല്ലേ നമുക്ക് മൂന്നും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ ഒരു ഷോ ഉണ്ട് വനിതയിൽ ലേസറിൽ, സ്ക്രീൻ 2-ൽ. അവിടെയും കൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പം മനസ്സിലാവും ശരിക്കും എത്രത്തോളം ഒരു ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ. പിന്നെ നഷ്ടപ്പെട്ടു പോയ അവസരത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഐമാക്സിൽ കാണാൻ പറ്റിയില്ല. എന്നേലുമൊക്കെ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ ഐമാക്സ് വരുമ്പോൾ, എന്നേലും ഡ്യൂൺ കുറേ വർഷങ്ങൾക്ക് ശേഷം റിലീസ് വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ കട്ടയ്ക്ക് മിസ് ചെയ്തൊരു സിനിമയാണ് ഞാൻ, ലിസ്റ്റ് പറയാൻ കുറേ ഉണ്ട്. കുഞ്ഞിലോട്ട് കണ്ടേക്കണ ഒരുപാട് പടങ്ങൾ അമേരിക്കക്കാരൊക്കെ പണ്ട് ഔട്ട് ഐമാക്സിൽ കാണുന്നതാണ്. അതൊന്നും കാണാൻ പറ്റാത്തതിൽ ആസ് ആൻ ഇന്ത്യൻ, എസ്പെഷ്യലി ആസ് എ മലയാളി, കാട്ടാക്കി സങ്കടമുണ്ട്. ഐമാക്സ് എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു കടുത്ത ആരാധകനും ഒരു ഒബ്സഷനായി മാറും. അത് ഐമാക്സിൽ പടം കണ്ട ആർക്കും അറിയാം. അത് സ്പെഷ്യലി ഏതെങ്കിലും ഒരു ആപ്പൂപ്പ് ഐമാക്സിൽ കാണുന്നതിലല്ല, നല്ല സൈസിൽ ഒരു 80 അടിക്ക് മുകളിൽ സൈസ് വരുന്ന പ്രൊജക്ഷനിലൊക്കെ ഞാൻ കണ്ടേക്കണത് ഇപ്പോൾ 70, 100 സെറ്റപ്പിലൊക്കെ. അപ്പോൾ അതൊരു വേറെ ഫീലാണ്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ ഹൈദരാബാദ് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാൻ ലിങ്ക് ചെയ്തേക്കാം. ഞാൻ ഐമാക്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയാണ്, അത് ലിങ്ക് ചെയ്തേക്കാം, അത് നോക്കിയാൽ മതി. എനിവേസ്, ഇറ്റ് വാസ് ഗുഡ് ടോക്ക്. ഞാൻ ജസ്റ്റ് സിനിമയുടെ അഭിപ്രായം മാത്രമായിട്ട് പറയാൻ വന്നതല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ സിനിമയെ പറ്റി പറയുമ്പോൾ എൻ്റെ ആ ഒരു സംഭവം അനുഭവിച്ചതിനെ പറ്റിയും ഞാൻ ഇതിനകത്തേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് 4DX ഒരു ഡിഫറെൻ്റ് അനുഭവമായിരിക്കും. അതുപോലെ അമ്മ ഇതുവരെ 4DX കയറിയിട്ടില്ല. അമ്മേനെ കൊണ്ട് ഒരു ദിവസം ഞാൻ 4DX കൊണ്ടുവന്നു. നമുക്ക് എന്താണെന്ന് ഒരു ഐഡിയ പോലും ഈ സംഭവം. അപ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അമ്മ വളരെ എന്നെപ്പോലെ സിനിമ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ കട്ട സിനിമാ ഭ്രാന്തനായിരുന്നു. അച്ഛൻ ഫിലിം ഇൻഡസ്ട്രിയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതേ സിനിമാ ഭ്രാന്ത് അമ്മയ്ക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എൻ്റെ വൈഫിനും ഒക്കെ ഉണ്ട്, എൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ മോനിനെ ഇവിടെ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മേനെ എനിക്കൊന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നുണ്ട് സംഭവം. അതിന് പറ്റിയ പടം ഗോഡ്സില തന്നെയാണ്. അമ്മക്ക് അങ്ങനത്തെ പടം പോകുമ്പോൾ കുറച്ചുകൂടി എൻജോയും ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ 4DX കൊണ്ടുപോയി ഒന്ന് ഗോഡ്സില കാണിക്കുന്നുണ്ട്. അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം അമ്മ എൻ്റെ കൂടെ ഐമാക്സിൽ വന്ന് പടം കണ്ടിട്ടുള്ള ആളാണ്, ഹൈദരാബാദ്. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വെറൈറ്റി അനുഭവിക്കാൻ തരും. അത് ഭയങ്കര ഫണ്ണി. കാരണം ഒന്നും അറിയാതെ ഒരാളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു തിയേറ്ററിൽ ഇരുത്തി കഴിഞ്ഞാൽ ആൾ ഞെട്ടിപ്പോവും. ബ്രേക്ക് പോലും ഇല്ലാണ്ട് ഇങ്ങനെ ഇളകുന്ന സ്ക്രീൻ ഒരു ഒന്നും അറിയില്ലെങ്കിൽ ഭയങ്കര സുഖിക്കും. അത് പറഞ്ഞപ്പോൾ ഒരു കേസ് കൂടെ പറയാൻ പറ്റും. അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര തെറ്റായി പോവും. ഈ സിനിമ തുടങ്ങുന്നതിനൊക്കെ മുന്നേ 4DXൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും സിനിമ തിയേറ്ററിലേക്ക് ലേറ്റായിട്ട് ചെല്ലരുത്. ഇതേ കാര്യം ഞാൻ ഐമാക്സിൻ്റെ കേസിലും പറയാറുണ്ട്. നിങ്ങളിപ്പോൾ സ്പെഷ്യൽ വെന്യൂസ്, സ്ക്രീൻ എക്സ്, 4DX, ഐമാക്സിലൊക്കെ പോവുകയാണെങ്കിൽ, PVR ഐസ് എന്നൊക്കെ പറഞ്ഞ് വേറെ സംഭവമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നെങ്കിലും തിയേറ്ററിനകത്ത് കയറിയിരിക്കുക. കാരണം ഇവരുടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഡോൾബി അറ്റ്മോസിൽ പോകുമ്പോൾ ഡോൾബി അറ്റ്മോസിന് എഴുതി കാണിക്കുന്ന പ്രസൻറ്റേഷൻ, ഇപ്പോൾ 7.1 ആണെങ്കിൽ പോലും പണ്ടത്തെ THXൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഭയങ്കര ഫീലാണ്. അപ്പോൾ അതേപോലെ ഈ 4DXനൊരു പ്രസൻറ്റേഷൻ ഉണ്ട്.
അത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതൊരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ 4DX എന്തെങ്കിലും ടിക്കറ്റ് എടുക്കുകയുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു 10-15 മിനിറ്റ് നേരത്തെ ചെല്ലുക, ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഐമാക്സിലാണെങ്കിൽ ഐമാക്സിൻ്റെ ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. അത് ഐമാക്സിൽ പോയവർക്ക് അറിയാം എന്ത് സാധനം എന്നുള്ളത്. അതെനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലടേ, അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്. എന്തായാലും ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോ ഇടണം. ബൈ ബൈ.